സീഫേസ് വില്ല ഡൈനിങ് ഹാൾ. ടേബിളിൽ വിവിധ തരം ഭക്ഷണം നിരന്നിരിക്കുന്നു. സുമതിയമ്മ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന തിരക്കിലാണ്. മീര ഫോണിൽ കൂട്ടുകാരോട് കല്യാണക്കാര്യം പറയുന്ന തിരക്കിലും. നച്ചു അഗ്നിയുടെ അടുത്തിരിക്കുന്നു. അവൻ്റെ കൈ അവളുടെ കൈയെ മുറുകെ പിടിച്ചിട്ടുണ്ട്. അമ്മേ, നാളെ നമുക്ക് ഷോപ്പിങ്ങിന് പോകണം, അഗ്നി പെട്ടെന്ന് പറഞ്ഞു. എന്തിനാ മോനെ? സുമതിയമ്മ ചോദിച്ചു. എൻ്റെയും നച്ചുവിൻ്റെയും എൻഗേജ്മെൻറ്റ് നമ്മൾ മുംബൈയിൽ വെച്ച് നടത്തും, ഏറ്റവും വലിയ ഹോട്ടലിൽ. ഈ ലോകം മുഴുവൻ അറിയണം അഗ്നിദേവിൻ്റെ പെണ്ണ് ആരാണെന്ന്. അതൊന്നും വേണ്ട ദേവേട്ടാ, നമുക്ക് സിമ്പിളായിട്ട് ഒന്നിച്ചാൽ മതി. അങ്ങനെയല്ല നച്ചു, എൻ്റെ ബിസിനസ് ലോകം മുഴുവൻ അറിയണം അഗ്നിദേവ് റായ്ചന്ദ് ഒരു മാലാഖയെ സ്വന്തമാക്കിയെന്ന്. അത് കേട്ടതും സുമതിയമ്മ ചിരിച്ചു. അങ്ങനെ ആട്ടെ മോനെ, നിൻ്റെ ഇഷ്ടം പോലെ. എവിടെ വച്ചാ നിശ്ചയം നടത്തുന്നേ? താജിൽ മതിയമ്മേ, മുംബൈയുടെ അഭിമാന സൗധത്തിൽ. അവിടെ വച്ച് എൻ്റെ നച്ചുവിൻ്റെ വിരലിൽ ഞാൻ എൻ്റെ പേര് കുത്തിയ മോതിരം ഇടും. മീര ചാടി എണീറ്റു. വാവ്, താജോ! എൻ്റെ പൊന്നോ, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം, ഒന്ന് ഷൈൻ ചെയ്യാലോ. എനിക്ക് ഡ്രസ്സ് എടുക്കണം, മേക്കപ്പ് സെറ്റ് വാങ്ങണം. ഹോ, അടിച്ച് പൊളിക്കണം. അഗ്നി അവളെ നോക്കി ചിരിച്ചു. പിന്നെന്താടാ ചക്കരെ, ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ ആഘോഷമല്ലേ, നമുക്ക് അടിച്ച് പൊളിക്കാന്നേ. അവൾ ടേബിളിനടിയിൽ കോർത്ത് പിടിച്ചിരുന്ന അഗ്നിയുടെ കയ്യിൽ നഖം കൊണ്ട് ഒന്ന് മാന്തി. എന്താടാ? എനിക്കിത്ര ആഡംബരത്തോടൊന്നും ആഗ്രഹമില്ല ദേവേട്ടാ. എനിക്കറിയാൻ നച്ചു, പക്ഷേ ഇത് നമ്മുടെ കൂടിച്ചേരലിൻ്റെ ഓരോ ഘട്ടവും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഞാനത് സ്പെഷ്യലാക്കും. അതെനിക്ക് നിന്നോടുള്ള പ്രണയമാണ് പെണ്ണേ. അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൻ്റെ ആഗ്രഹം പോലെ ഒക്കെ അങ്ങ് നടക്കട്ടെ എന്ന് കരുതി. അവൾ മിണ്ടാതെ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. അവളുടെ ആ പോക്ക് അവൻ നോക്കി. ബെഡ്റൂമിൽ നല്ല തണുപ്പ്. പുറത്ത് മുംബൈ നഗരം. ജനൽ തുറന്നു കിടക്കുന്നു. കടലിൻ്റെ മണം, മുല്ലപ്പൂവിൻ്റെ മണം ബെഡ്റൂമിൽ തങ്ങി നിൽക്കുന്നുണ്ട്. നച്ചു അഗ്നിയുടെ ബെഡിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പിങ്ക് നൈറ്റി, മുടി അഴിച്ചിട്ടിട്ടുണ്ട്. അഗ്നി ബാത്റൂമിൽ നിന്നും ഇറങ്ങി ടവൽ മാത്രം ഉടുത്തുകൊണ്ട് റൂമിലേക്ക് വന്നു. നനഞ്ഞ മുടി മറ്റൊരു ടവൽ ഉപയോഗിച്ച് തുടച്ചുകൊണ്ടാണ് വരവ്. നെഞ്ചിൽ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നു. നച്ചു അവനെ കണ്ടതും കണ്ണ് പെട്ടെന്ന് പൊത്തി. അയ്യേ ദേവേട്ടാ, ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ, വേഗം ഡ്രസ്സ് എടുത്തിട്. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. എന്താ നച്ചൂട്ടാ, നാണമാണോ? അതും എന്നെ കണ്ടിട്ട്? നീ എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ പാതി, പിന്നെ എന്തിനാ ഈ നാണം? അവൻ അവളുടെ കൈ പിടിച്ചു മാറ്റി. നച്ചു അവൻ്റെ നെഞ്ചിലേക്ക് നോക്കി. പെട്ടെന്ന് കണ്ണു മാറ്റി. ദേവേട്ടാ, വേഗം പോയി ഡ്രസ്സിട് പ്ലീസ്. ഇല്ലെങ്കിൽ എന്താ നച്ചു? അവൻ അവളുടെ അടുത്തേക്കിരുന്നു. അവളുടെ മുഖം പിടിച്ചുയർത്തി. എനിക്ക് നാണമാവുന്നു ദേവേട്ടാ, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അഗ്നി ഒരു നിമിഷം അനങ്ങാതെയിരുന്നു. പിന്നെ അവളെ വലിച്ച് മടിയിലായിരുത്തി. നച്ചു, എൻ്റെ പൊന്ന് നച്ചു, നമ്മുടെ വിവാഹം കഴിയുന്നന്ന് നിന്റെ കഴുത്തിൽ എൻ്റെ താലി വീഴുന്ന ആ നിമിഷം പിന്നെ നമുക്കിടയിൽ മറകളൊന്നുമില്ല. അപ്പോഴോ? അവൻ കാറ്റുപോൽ അവളുടെ കാതിൽ ചോദിച്ചു. അവൾ അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി വെച്ച് ആ ഓർമ്മയിൽ അവൾ വിറച്ചു. ദേവേട്ടനെ കാണുമ്പോൾ, ദേവേട്ടൻ്റെ മണം അടിക്കുമ്പോൾ എനിക്കെന്തോ പോലെ അവൾ സ്വയം മനസ്സിലോർത്തു. അഗ്നിമുഖം ചേരിച്ച് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. നച്ചു, നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ശരീരം ചൂട് പിടിക്കുന്നുണ്ട്. എൻ്റെ മനസ്സും ശരീരവും എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ ശബ്ദം നേർത്തുപോയി. അവളുടെ മുഖം ചുവന്ന് കയറി. അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് നീങ്ങി. അവൻ അവിടെ മുഖം അമർത്തി. അവൻ്റെ താടിയും മീശയും കുത്തിയതും അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. അതവൻ്റെ കൺട്രോൾ കളയാൻ പാകത്തിനുള്ളവയായിരുന്നു. അവൻ മെല്ലെ അവളെ ബെഡിലേക്ക് ചായ്ച്ചു. അവളുടെ മുകളിലേക്ക് കുനിഞ്ഞു. അവൻ്റെ മുടിയിൽ നിന്ന് വെള്ളം അവളുടെ കവിളിൽ വീണു. നച്ചു, അവൻ അവളുടെ തുടുത്ത മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തി. അവളുടെ കൈ ബെഡിൽ മുറുകി.
ദേവേട്ടാ. അവളുടെ ആ കുറുകൽ അവൻ്റെ കൺട്രോൾ കളയാൻ പാകത്തിലായിരുന്നു. അവൻ്റെ മുഖം അല്പം താഴേക്കിഴഞ്ഞു തുടങ്ങി. അവൻ്റെ ഓർമ്മയിൽ ആ വെളുത്ത ഭാഗം നിറഞ്ഞു നിന്നു. താടികൊണ്ട് ഡ്രസ് അല്പം താഴ്ത്തി അവൻ്റെ ചുണ്ടുകൾ അവിടെ പതിഞ്ഞു. ഷോൾഡറിൽ കൈ മുറുകി നിന്നു. മുഖം അവിടേക്ക് നീക്കി മെല്ലെ ഒന്ന് നുണഞ്ഞെടുത്തു. അവൾ പിടച്ചിലോടെ കഴുത്ത് എതിർവശത്തേക്ക് ചേരിച്ചു. അവളുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടി. അവളുടെ ഉള്ളിൽ വെപ്രാളം നിറഞ്ഞു. ആ പകപ്പിൽ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. നച്ചു. ആ വിളിയിൽ പ്രണയത്തിനുമപ്പുറം മറ്റേതോ വികാരം നിറഞ്ഞു നിന്നു. ആദ്യത്തെ 2 പല്ലുകളിൽ അടർന്നു. ചെറു ചെമ്പൻ രോമങ്ങൾ കണ്ടതും നാവവയെ ചുഴറ്റി. ഒപ്പം അവൻ്റെ കൈ അവളുടെ കാലിൽ നിന്നും മേലേക്ക്. നാവിടവഴിയെ തഴുകി തലോടി ഇഴഞ്ഞു തുടങ്ങി. അവളുടെ ശ്വാസഗതി വേഗത്തിലായി. നച്ചൂട്ടാ, ഞാൻ നിർത്തണോ? പറ, ഒരു വാക്ക് മതി, ഞാൻ പിന്മാറും. അവൻ ശ്വാസം അടക്കി പിടിച്ച് ചോദിച്ചു. നച്ചു അവൻ്റെ മുഖം 2 കൈകൊണ്ടും പിടിച്ചു. പിണങ്ങല്ലേ എന്നോട്. നമുക്ക് ഇപ്പോൾ വേണ്ട ദേവേട്ടാ. എനിക്കൊരാഗ്രഹമുണ്ട്. പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പമാണ് നച്ചു? നിന്റെ ആഗ്രഹമല്ലേ എനിക്ക് വലുത്. നീ പറയും നച്ചു. നിന്റെ ദേവേട്ടനോടല്ലേ കുഞ്ഞാ? ദേവേട്ടാ, എനിക്കേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് മഴയിൽ നനഞ്ഞുകൊണ്ട് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. കടലിനെയും ആകാശത്തെയും സാക്ഷിയാക്കി മഴത്തുള്ളികൾ തെന്നിത്തെറിക്കുന്ന രാത്രിയുടെ യാമങ്ങളിൽ ഒരു കൂടിച്ചേരൽ. നച്ചു, അവൻ അതിശയം കൊണ്ട് വിളിച്ചു. കുഞ്ഞാ, നിന്നിൽ നിന്നും പിൻവാങ്ങുക അത്ര എളുപ്പം നടക്കുന്നൊന്നല്ല. എനിക്കിനിയും പലതും കാണാൻ ഉള്ളു തുടിക്കുന്നുണ്ട്. അവൻ്റെ നോട്ടം എത്തി നിന്നത് എവിടെയാണെന്ന് കണ്ടതും അവളുടെ ഉള്ളൊന്ന് വിറച്ചു. ആ സ്പർശം അറിയാനെന്ന പോലെ അവൻ അമർന്നു കിടന്നു. ഉഫ്! അറിയാതെ അവനിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നുപോയി. ഒരേക്കത്തോടെ അവൻ അവിടേക്ക് മുഖം പൂഴ്ത്തി വച്ചു. ദേവേട്ടാ! അവൾ പിടഞ്ഞുപോയി. അനങ്ങല്ലേ നച്ചു, ഞാനൊന്നും ചെയ്യില്ല. വെറുതെ ഇങ്ങനെ കിടക്കേ ഉള്ളൂ. ഒരു കൊതി തോന്നിയിട്ടാടാ. രാവിലെ ഇത് ഒരല്പം കണ്ടപ്പോൾ മുതൽ എന്നിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉടലെടുത്തു. ഇപ്പോൾ ഈ നിമിഷം അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ നിന്റെ ആഗ്രഹം, അത് ഞാൻ സാധിച്ചു തരും. ഇവിടെ ഈ സീഫേസ് വില്ലയിൽ മഴ പെയ്യുന്ന ആകാശവും കടലും സാക്ഷിയാക്കിയാകും നമ്മുടെ കൂടിച്ചേരൽ. ഒരല്പം പോലും വേദനിപ്പിക്കാതെ. അന്ന് ഞാൻ കാണാൻ കൊതിച്ചയൊക്കെ ഒരു മറയും കൂടാതെ കാണും. മതിയാവോളം കഴിക്കും. അവൻ്റെ ശബ്ദത്തിൽ പോലും അഗ്നി നിറഞ്ഞിരുന്നു. കുറച്ച് നിമിഷങ്ങൾ ഇരുവരും ഒന്നും മിണ്ടാതെ കിടന്നു. ഹൃദയങ്ങൾ തമ്മിൽ പ്രണയം കൈമാറാൻ ഒരവസരം. ഇരുവരുടെയും ശരീരം മറ്റെന്തിനോ വേണ്ടി ദാഹിച്ചു തുടങ്ങി. പെട്ടെന്നോർത്തതുപോലെ അവൻ പിടഞ്ഞു മാറി. ദേവേട്ടാ! പകച്ചുകൊണ്ടവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഒന്നുമില്ലടാ, കുറച്ച് സമയം കൂടി ആ സ്പർശമറിഞ്ഞ ഞാൻ ചിലപ്പോൾ അത്രയ്ക്കും അതെന്നെ കൊതിപ്പിക്കുന്നുണ്ട്. അപ്പാടെ വിഴുങ്ങാൻ വെറി കൊള്ളുന്നുണ്ട്. ചിലപ്പോൾ ഞാനൊരു സൈക്കോയായി മാറുമെന്ന് ഞാൻ തന്നെ ഭയക്കുന്നു. അത്രമേൽ എനിക്ക്. ദേവേട്ടാ! വിറച്ചുകൊണ്ടവൾ അവനെ നോക്കി. അതേ നച്ചു, എൻ്റെ സിരകളിലിപ്പോൾ രക്തത്തിൻ്റെ കുത്തൊഴുക്ക് കൂടി. എൻ്റെ ശരീരമാകെ ഔട്ട് ഓഫ് കൺട്രോളാണ്. ഞാൻ വന്നത് തെറ്റായോ ദേവേട്ടാ? വല്ലാത്തൊരു വേദനയോടെ അവൾ ചോദിച്ചു. അയ്യോ ഇല്ലടാ. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. എന്നിലാണ് തെറ്റ്. നിന്നെ കാണുമ്പോൾ എനിക്കിപ്പോൾ എൻ്റെ പ്രണയം മറ്റൊരു ദിശയിലേക്ക് വഴിമാറിയിരിക്കുന്നു. നിന്നിലെ പ്രണയം ആഗ്രഹിച്ചിരുന്ന ഞാനിപ്പോൾ നിന്നെ അറിയാൻ ആഗ്രഹിക്കുന്നു. നിന്നിൽ അലിയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എൻ്റെ ഉള്ളു തന്നെ പറയുന്നു അത് തെറ്റാണ്. അഗ്നിയുടെ കണ്ണിൽ വികാരത്തിൻ്റെ തീയാളിക്കത്തി. അവൻ അവളുടെ ചുണ്ടിൽ പതിയെ ഉമ്മ വച്ചു. വെറുക്കല്ലേടാ ഈ ദേവേട്ടനെ. അവൾ അവൻ്റെ ചുണ്ടിനെ തൻ്റെ ചുണ്ടുകളിൽ പൊതിഞ്ഞെടുത്തു. അവളുടെ ശ്വാസം അവനിൽ അലിഞ്ഞു. അവൻ്റെ ശ്വാസം അവളിലും. പിറ്റേന്ന് വൈകുന്നേരം 6 മണി. താജ്മഹൽ പാലസ്, മുംബൈ. റൂഫ് ടോപ്പ് സീ ലോഞ്ച്. മുംബൈ ആകാശം ചുവന്നു തുടുത്തിരിക്കുന്നു. സൂര്യൻ കടലിൽ താഴുന്നു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ
പൊൻനിറത്തിൽ കുളിച്ചു നിൽക്കുന്നു. റൂഫ് ടോപ്പ് മുഴുവൻ റോസാപ്പൂക്കൾ, 1000 മെഴുകുതിരികൾ, വെള്ളയിൽ പൊതിഞ്ഞ ടേബിൾ, നടുക്ക് റിംഗ് ബോക്സ്, പ്ലാറ്റിനം ഡയമണ്ട് റിംഗ്, നച്ചു അഗ്നി എന്ന് കൊത്തിയ 2 റിങ്സ്. ചുറ്റും അടുത്ത ബന്ധുക്കൾ മാത്രം. സുമതിയമ്മ, മീര, അഗ്നിയുടെ ബിസിനസ് ഫ്രണ്ട്സ് 2-3 പേര്, വിക്രം, സെക്യൂരിറ്റീസ്, അങ്ങനെ കുറച്ചു പേര് മാത്രം. വയലിൻ മ്യൂസിക് നിറഞ്ഞ ഹാൾ. ലിഫ്റ്റ് തുറന്ന് അഗ്നി ഇറങ്ങി. ബ്ലാക്ക് ടൊക്സെഡോ ബോറ്റായി, മുടി പിന്നോട് ചീകി വച്ചിരിക്കുന്നു. ഇപ്പം അവനെ കണ്ട രാജാവിനെ പോലെയുണ്ട്, മുംബൈ ഭരിക്കുന്ന രാജാവ്. കയ്യിൽ നച്ചുവിൻ്റെ കൈ കോർത്തു പിടിച്ചിട്ടുണ്ട്. നച്ചു റോയൽ ബ്ലൂ ഡിസൈൻ ഗൗൺ, ഓഫ് ഷോൾഡർ, കഴുത്തിൽ ഡയമണ്ട് നെക്ലസ്, മുടി അഴിച്ചിട്ട് അതിൽ മുല്ലപ്പൂ ചൂടി. അവൾ നടക്കുമ്പോൾ ഗൗണിൻ്റെ ട്രെയിൽ ഇഴഞ്ഞു. മെഴുകുതിരി വെളിച്ചത്തിൽ അവൾ ഒരു അപ്സരസിനെ പോലെ നടന്നു വന്നു. അവർ വന്നതും എല്ലാവരും എഴുന്നേറ്റ് കൈയടിച്ചു വെൽക്കം ചെയ്തു. സുമതിയമ്മയുടെ കണ്ണു നിറഞ്ഞു. മീര സന്തോഷത്തോടെ വീഡിയോ എടുക്കുന്നു. അഗ്നി നച്ചുവിനെ കയ്യിലെടുത്ത് അവർക്ക് നടുവിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. കടൽക്കാറ്റ് അവളുടെ മുടി പാറിച്ചു. അവൻ പതിയെ അവളുടെ മുടി മാടി ഒതുക്കി. നച്ചു, അവൻ വിളിച്ചു. ശബ്ദം കാറ്റിൽ അലിഞ്ഞു ചേർന്നു. അവളുടെ ഹൃദയത്തിൽ ആ സ്വരം പതിഞ്ഞു. ദേവേട്ടാ, ഇന്ന് ഈ നിമിഷം ഈ നഗരം സാക്ഷിയാക്കി, ഈ കടൽ സാക്ഷിയായി, ഈ ആകാശം സാക്ഷിയായി, ഞാൻ അഗ്നിദേവ് റായ്ചന്ദ് നിന്നെ, എൻ്റെ നച്ചുവിനെ എൻ്റെ ജീവനായി സ്വീകരിക്കുന്നു, എൻ്റെ ശ്വാസമായി സ്വീകരിക്കുന്നു. ഈ ജന്മം മാത്രമല്ല, എല്ലാ ജന്മത്തിലും. അവൻ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു. റിംഗ് ബോക്സ് തുറന്നു. നച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. അവൾ വിറയ്ക്കുന്ന കൈ നീട്ടി. അഗ്നിയ വിരലിൽ മോതിരമിട്ടു. പിന്നെ ആ വിരലിൽ ഉമ്മ വെച്ചു. മെല്ലെ എഴുന്നേറ്റ് അവളെ വലിച്ച് നെഞ്ചോട് ചേർത്തു. ചുറ്റും ഫയർവർക്സ്. വിക്രം പറഞ്ഞിട്ട് സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്തതാണ്. മുംബൈ ആകാശത്ത് വർണ്ണങ്ങൾ വിടർന്നു. താഴെ നഗരം അത് അതിശയത്തിൽ നോക്കി നിന്നു. പക്ഷേ അഗ്നിയും നച്ചുവും ചുറ്റുമുള്ള ലോകം മറന്ന് അവരുടെ ലോകത്ത് അവർ മാത്രം. അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ഉമ്മ വെച്ചു. നച്ചു അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി. കാൽവിരലിൽ പൊങ്ങി അവൻ്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു, ലവ് യു ദേവേട്ടാ, ഞാൻ എൻ്റെ ജീവനേക്കാൾ ദേവേട്ടനെ സ്നേഹിക്കുന്നു. പറഞ്ഞുകൊണ്ട് അവൾ അവന് റിങ് ഇട്ട് കൊടുത്തു. ലവ് യു ടു നച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ അമർന്നു. മീര നാണത്തോടെ അമ്മയുടെ കണ്ണ് പൊതിഞ്ഞു പിടിച്ചു. സുമതിയമ്മ ഓടി വന്ന് 2 പേരെയും കെട്ടിപ്പിടിച്ച് സന്തോഷമറിയിച്ചു. 2 പേരുടെയും കവിളിൽ സ്നേഹചുംബനം നൽകി. മീര അപ്പോഴേക്കും കേക്ക് കൊണ്ടുവന്നു. അഗ്നിയേട്ടാ, 2 പേരും ചേർന്ന് ഈ കേക്ക് കട്ടേ. എൻ്റെ പൊന്നെ, ഇത് ആരുടെ ഐഡിയ? ഞാൻ മാത്രമാണ് ഇതിൻ്റെ ഉത്തരവാദി. അവൾ സ്വന്തം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അല്പം കുനിഞ്ഞു. അവളുടെ ആ നിൽപ്പ് കണ്ട് ചുറ്റും ചിരിയുയർന്നു. അഗ്നിയും നച്ചുവും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്തു. ആദ്യത്തെ കഷ്ണം അഗ്നി നച്ചുവിന് വായിൽ വെച്ചു കൊടുത്തു. നച്ചു പിന്നെ അവനും കേക്ക് കൊടുത്തു. എന്നിട്ട് അവൾ അവൻ്റെ കവളിൽ കേക്ക് തേച്ച് പൊട്ടിച്ചിരിച്ചു. അവൻ അവളുടെ മൂക്കിൽ കേക്ക് തേച്ചു. 2 പേരും ചിരിച്ചു, കുട്ടികളെ പോലെ. അഗ്നി നച്ചുവിൻ്റെ മൂക്കിൽ പറ്റിയ ക്രീം പതിയെ തുടച്ചു. നിന്റെ മൂക്കിങ്ങനെ ക്രീമായ ഞാൻ തിന്നു പോകും നച്ചു, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. നച്ചു അവൻ്റെ നെഞ്ചിലടിച്ചു. പോതേവേട്ടാ, എല്ലാവരും നോക്കുന്നു, നാണക്കേട്. നോക്കട്ടെ, എൻ്റെ പെണ്ണിനെ ഞാൻ സ്നേഹിക്കുന്നത് ലോകം കാണട്ടെ. മീര ഫോണിൽ വീഡിയോ കാണിച്ച് ചാടി. അഗ്നിയേട്ടാ, നോക്കിക്കേ, ഫയർ വർക്ക്സ് ബാക്കിൽ നിങ്ങൾ 2 പേരും ഒരു മൂവി സീൻ പോലെയുണ്ട്. സുമതിയമ്മ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണു തുടച്ചു. മതി മക്കളെ, വാ ഡിന്നർ കഴിക്കാം, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. വലിയ റൗണ്ട് ടേബിൾ, അതിൽ 100 തരം വിഭവങ്ങൾ. ബിരിയാണിയുടെ മണം, സീ ഫുഡ്സ്, ഐസ്ക്രീംസ്, ജ്യൂസ്, അങ്ങനെ വിവിധ തരം. ഡിസേർട്ടിൽ ചോക്ലേറ്റ് ഫൗണ്ടെയിൻ. എല്ലാം മുംബൈയിലെ ബെസ്റ്റ് ചീഫ് ഉണ്ടാക്കിയതാണ്. അഗ്നിയുടെ ഓർഡറിൽ വിക്രമാണ് ഇതൊക്കെ സെറ്റാക്കിയത്. അഗ്നി നച്ചുവിനെ ചെയർ വലിച്ചിരുത്തി. എന്നിട്ട് അവൻ അവളുടെ അടുത്തിരുന്നു. അവൻ്റെ കൈ ഇപ്പോഴും അവളുടെ കയ്യിൽ തന്നെയാണ്. ഒരു നിമിഷം പോലും അവനതിനെ വിട്ടുകളയില്ല. അതിനവന് കഴിയില്ല. സുമതിയമ്മ അവർക്ക് വിളമ്പി കൊടുക്കുന്നു. മോനെ, ഇത് കഴിക്ക്, ബിരിയാണി നിൻ്റെ ഫേവറേറ്റ് അല്ലേ? മോളെ, നീ ഇത് ടേസ്റ്റ് ചെയ്യ്, പനീർ ബട്ടർ മസാല. അമ്മേ, നച്ചുവിന് ഞാൻ കൊടുത്തോളാം.
അഗ്നി പ്ലേറ്റ് വാങ്ങി ബിരിയാണി എടുത്ത് കൈകൾ കൊണ്ട് വാരി അവളുടെ ചുണ്ടിലേക്ക് വച്ചു. നച്ചു, വാതുറക്ക്. നച്ചു നാണിച്ച് ചുറ്റും നോക്കി. എല്ലാവരും അവരെ നോക്കി ചിരിക്കുന്നുണ്ട്. ദേവേട്ടാ, എല്ലാവരും കാണുന്നുണ്ട്. ഉണ്ടെങ്കിൽ എന്താ? എൻ്റെ ഭാര്യയെ ഞാൻ ഊട്ടുന്നത് തെറ്റാണോ? അവൻ ഒരു കൈ കൊണ്ട് അവളുടെ താടിയിൽ പിടിച്ചു. വാ തുറക്ക് പെണ്ണേ. നച്ചു പതിയെ വാ തുറന്നു. അവൻ അവളുടെ വായിലേക്ക് വിരൽ കടത്തി ബിരിയാണി വച്ചു. ബിരിയാണിയുടെ ചൂട്, അവൻ്റെ വിരലിൻ്റെ ചൂട്, രണ്ടും കൂടി അവളുടെ നാവിൽ. അവൾ മെല്ലെ ആസ്വദിച്ചു കഴിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ദേവേട്ടാ, ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും മധുരമുള്ള ദിവസമാണ്. ഇത് ഫുഡല്ല നച്ചു, ഇതെൻ്റെ സ്നേഹം ഞാൻ പകുത്തു തരുന്നതാ എൻ്റെ പ്രാണന്. അവൻ അവളുടെ കവളിൽ തൊട്ടു. നച്ചുവും ഒരു കഷ്ണം പനീർ എടുത്തു. ഇനി എൻ്റെ ടേൺ, എൻ്റെ ദേവേട്ടന്. ദേവേട്ടാ. അവളുടെ വിളിയിൽ അവൻ ആ എന്ന് വാ തുറന്നു. അവൻ്റെ ചുണ്ടിൽ അവളുടെ വിരൽ തട്ടി. അവൻ പെട്ടെന്ന് ആ വിരൽ നുണഞ്ഞു വിട്ടു. ദേവേട്ടാ. അവൻ കള്ളച്ചിരി ചിരിച്ചു കാട്ടി. മീര ഇത് കണ്ട് ചിരിയോടെ ഓടി. അയ്യോ, എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. അഗ്നിയേട്ടന് ഷുഗർ കൂടുതലാ. കണ്ടിരുന്നാ എനിക്കൂടെ ഡയബറ്റീസ് വരും. മീര അവരെ നോക്കി പറഞ്ഞുകൊണ്ട് ഓടിക്കളഞ്ഞു. സുമതിയമ്മ അവളെ നോക്കി. ഈ കുരിപ്പിൻ്റെ ഒരു കാര്യം എവിടെ എന്ത് പറയണമെന്നറിയില്ല. ഡിന്നർ കഴിഞ്ഞ് ഡിസേർട്ട് ടൈമിൽ ചോക്ലേറ്റ് ഫൗണ്ടെയിനിൽ ഒരു സ്ട്രോബെറി മുക്കി അഗ്നി ഒരെണ്ണം എടുത്തു. നച്ചുവിൻ്റെ ചുണ്ടിൽ മുട്ടിച്ചു. കടിക്ക് നച്ചു. അവൾ പകുതി കടിച്ചെടുത്തു. ബാക്കി പകുതി അവൻ കഴിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണിറുക്കി. ഇതൊക്കെ കണ്ട് കണ്ണു തള്ളി നിൽക്കുന്ന ഒരാളുണ്ടവിടെ. ആരാണെന്നല്ലേ? നമ്മുടെ വിക്രം. അപ്പോഴാണ് ഹാളിൻ്റെ ഡോർ തുറന്ന് ഒരു സ്റ്റാഫ് ഓടി വന്നത്. സർ, വിക്രം സർ. അഗ്നി തിരിഞ്ഞു നോക്കി. എന്താ? ശബ്ദത്തിൽ ഒരു ഗൗരവം. സർ, താഴെ റിസപ്ഷനിൽ പോലീസ്, മുംബൈ പോലീസ്, ബോസിനെ കാണണമെന്ന് അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. അഗ്നിയുടെ മുഖം മാറി. കണ്ണിൽ അഗ്നി ആളിക്കത്തി. എന്തിന്? സ്റ്റാഫ് വിറച്ചു. അറിയില്ല സർ, പക്ഷേ ACP സന്ദീപ് എന്നാണ് പറഞ്ഞത്. സാറിൻ്റെ പേരിൽ എന്തോ കേസുണ്ടെന്ന് പറഞ്ഞു. നച്ചുവിൻ്റെ കൈ പെട്ടെന്ന് അഗ്നിയുടെ കയ്യിൽ മുറുകി. ദേവേട്ടാ, എന്താ? പോലീസ് എന്തിനാ ദേവേട്ടനെ? അവളുടെ സ്വരമിടറി. അഗ്നി അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. പേടിക്കണ്ട നച്ചു, ഞാനുള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല. അതിനി ആരായാലും. പോലീസായാലും മിനിസ്റ്റർ ആയാലും എൻ്റെ നച്ചുവിന് നേരെ വന്നാ ഞാൻ വെറുതെ ഇരിക്കോ? ഇതിപ്പോൾ എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. അവൻ എഴുന്നേറ്റു. സുമതി അമ്മയുടെ മുഖം വിളറി. മോനെ, വേണ്ട മോനെ, ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇന്ന് നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഡേ ആണ്. അമ്മേ, പ്രശ്നങ്ങൾ ഞാനായിട്ടുണ്ടാക്കില്ല. പക്ഷേ ഒരു പ്രശ്നം എന്നെ തേടി വന്നാ ഞാൻ ഓടി ഒളിക്കില്ല. അഗ്നിദേവ് റായ്ചന്ദാണ് ഞാൻ. അവൻ നച്ചുവിൻ്റെ നേരെ തിരിഞ്ഞു. നച്ചു, നീ ഇവിടെ ഇരിക്കേ, അമ്മയുടെ കൂടെ. ഞാൻ പോയി എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഒരു 10 മിനിറ്റ്. ഇല്ല ദേവേട്ടാ, ഞാനും വരുന്നു. ദേവേട്ടൻ എവിടെ പോയാലും ഞാനും കൂടെ വരും. അതിന് എവിടേക്കായാലും. അവളുടെ കണ്ണിൽ ഉറപ്പ്, ഭയമില്ല. അഗ്നി ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നെ തലയാട്ടി. ശരി വാ എൻ്റെ കൂടെ. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ തോളിൽ ചുറ്റിപ്പിടിച്ച് നടന്നു. വിക്രം ഓടി വന്നു. ബോസ്, ഞാൻ നോക്കാം ബോസ്. വേണ്ട വിക്രം. അവൻ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. ഗ്രൗണ്ട് ഫ്ലോർ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു നിന്നു. റിസപ്ഷനിൽ 4 പോലീസുകാർ യൂണിഫോമിൽ നിൽക്കുന്നു. നടുവിലൊരാൾ, മുഖത്ത് ഒരു കാഠിന്യം. ACP സന്ദീപ്. അഗ്നി നച്ചുവുമായി റിസപ്ഷനിലേക്ക് നടന്നു. അവൻ്റെ ഓരോ കാൽവയ്പിലും ഹോട്ടൽ ഫ്ലോർ പോലും വിറച്ചു. കണ്ണിൽ അഗ്നി, പക്ഷേ മുഖത്തൊരു ചിരി. ആ ചിരി കണ്ടാൽ തന്നെ ആരും ഒന്ന് പേടിക്കും. ACP സന്ദീപ് മുന്നോട്ട് വന്നു. മിസ്റ്റർ അഗ്നിദേവ് റായ്ചന്ദ്. അഗ്നി നിന്നു. യെസ്, ഐ ആം. എന്താ കാര്യം? എൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന്. ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം പറയൂ. ACP ഒരു ഫയൽ നീട്ടി. മിസ്റ്റർ അഗ്നി, ഇന്നുച്ചയ്ക്ക് ജ്യൂസേടയുടെ മുന്നിൽ നിങ്ങൾ 3 പേരെ മർദ്ദിച്ചു. അതും വളരെ. പോരാത്തതിന് കോളേജ് സ്റ്റുഡൻസും. CCTV ഫുട്ടേജ് ഉണ്ട്, ഐ വിറ്റ്നസ് ഉണ്ട്, വാറണ്ട് ഉണ്ട്. ഞാൻ വന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ്. ഹാളിൽ നിശബ്ദത നിറഞ്ഞു. ഹോട്ടൽ സ്റ്റാഫ് എല്ലാവരും വാ പൊളിച്ചു നിന്നു. നച്ചുവിൻ്റെ കൈ വിറച്ചു. ദേവേട്ടാ, അവൾ പതിയെ വിളിച്ചു. അഗ്നി തിരിഞ്ഞ് അവളെ നോക്കി.
കണ്ണിൽ സ്നേഹം നിറഞ്ഞു. പേടിക്കണ്ട നച്ചു, ഒന്നും സംഭവിക്കില്ല. അവൻ തിരിഞ്ഞ് ACP ഒന്ന് നോക്കി. ACP സന്ദീപ്, നിങ്ങൾക്ക് അറിയാമോ ഞാൻ ആരാണെന്ന്? അറിയാം സർ, പക്ഷെ നിയമം അതെല്ലാവർക്കും ഒരുപോലെയാണ്. ലോ. അഗ്നി ചിരിച്ചു, ഉറക്ക ചിരിച്ചു. ACP, ഞാൻ ആ പിള്ളേരെ തല്ലി, സമ്മതിച്ചു. എന്തിനെന്നറിയോ? അവന്മാരെൻ്റെ പെണ്ണിനെ, എൻ്റെ നച്ചുവിനെ നോക്കി ശൂളം അടിച്ചു, കമൻ്റ് അടിച്ചു. നിങ്ങളുടെ പെങ്ങളെ അല്ലെങ്കിൽ പെണ്ണിനെ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്തു ചെയ്യും? കസ്റ്റഡിയിലെടുക്കോ അതോ അവൻ്റെ കൈ തല്ലി ഓടിക്കോ? ACP ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, സർ, ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ പ്രൊസീജിയർ നോക്കണ്ടേ ACP? അഗ്നി ഫോൺ എടുത്തു, ഒരു നമ്പർ ഡയൽ ചെയ്തു. ഹലോ, കമ്മീഷണർ സാബ്, അഗ്നിയാണ്. ആ, സുഖം. ഒരു ചെറിയ പ്രശ്നം. നിങ്ങളുടെ ACP സന്ദീപ് ഇവിടെ ഉണ്ട്. എൻ്റെ എൻഗേജ്മെൻറ്റിന് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നേക്കുന്നു. ഒന്ന് സംസാരിക്കുമോ? അവൻ ഫോൺ ACPക്ക് നീട്ടി. ACP വിറയ്ക്കുന്ന കൈകൊണ്ട് ഫോൺ വാങ്ങി. ഹലോ സർ. യെസ് സർ. സോറി സർ, ഉടനെ പോകാം സർ. അവൻ ഫോൺ കട്ട് ചെയ്ത് അഗ്നിയെ നോക്കി. സോറി സർ, തെറ്റുപറ്റി. നിങ്ങൾ പോയിക്കോളൂ. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. അഗ്നി ഫോൺ വാങ്ങി ഒന്ന് ചിരിച്ചു. നോ പ്രോബ്ലം ACP, ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ ഒരു കാര്യം, ഇനി എൻ്റെ ഫാമിലിയുടെ നേരെ, എൻ്റെ നച്ചുവിൻ്റെ നേരെ ആരെങ്കിലും വന്നാൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യും. ആരെയും നോക്കില്ല. മനസ്സിലായോ? യെസ് സർ, മനസ്സിലായി. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. അവൻ സല്യൂട്ട് ചെയ്ത് ടീമിൻ്റെ കൂടെ തിരികെ പോയി. ഹോട്ടൽ സ്റ്റാഫ് എല്ലാം ആശ്വാസത്തോടെ ഒരു ദീർഘശ്വാസം എടുത്തു. നച്ചു ഓടി വന്ന് അഗ്നിയെ കെട്ടിപ്പിടിച്ചു. ദേവേട്ടാ, ഒരു നിമിഷം അവൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. നച്ചു, ഞാൻ പറഞ്ഞില്ലേ ഒന്നും സംഭവിക്കില്ലെന്ന്. അവിടേക്ക് സുമതിയമ്മ ഓടി വന്നു. മോനെ. ഒന്നുമില്ല അമ്മേ, നമുക്ക് പോകാം. അഗ്നി ചിരിച്ചു. ശരി അമ്മേ, പോകാം. നച്ചു വാ, നമുക്ക് പോകാം. അവർ സീഫേസ് വില്ലയിലേക്ക് തിരിച്ചു. മീര ഓടിച്ചെന്ന് ഡോർ തുറന്നകത്തേക്ക് കയറി. അഗ്നി നച്ചുവിനെ എടുത്ത് അകത്തേക്ക് കയറി. സുമതിയമ്മ ചിരിയോടെ അകത്തേക്ക് നടന്നു. റൂമിലെത്തി അവളെ താഴേക്ക് നിർത്തി ഡോർ ലോക്ക് ചെയ്തു. നച്ചു സോഫയിലേക്ക് തളർന്നിരുന്നു. ദേവേട്ടാ, എൻ്റെ നെഞ്ചടിപ്പ് ഇപ്പോഴും കൂടി നിൽക്കുക. അഗ്നി അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. അവളെ എടുത്ത് മടിയിലിരുത്തി. അവൾ അവൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പതിയെ അവളുടെ നെഞ്ചിടിപ്പ് നേരെയായി. അഗ്നി അവളുടെ മുടിയിൽ തലോടി. നച്ചു, ഇന്ന് നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ഇന്ന് നീ ഒഫീഷ്യലായി എൻ്റെ ആയി. ഇനി ആർക്കും ഒരു ശക്തിക്കും നമ്മളെ പിരിക്കാൻ പറ്റില്ല. അവൾ അവൻ്റെ ഷർട്ടിൽ മുഖം പൂഴ്ത്തി. അഗ്നി അവളെ പൊക്കിയെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. പുറത്ത് മുംബൈ നഗരം ലൈറ്റുകൾ കണ്ണ് ചിമ്മുന്നു. പുറത്ത് കടൽ കറുത്തു കിടക്കുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നുന്നു. എൻ്റെ ജീവൻ, എൻ്റെ ശ്വാസം, എല്ലാം എൻ്റെ. അവൻ അവളെ ബാൽക്കണിയിലേക്ക് ഇരുത്തി അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. നച്ചു അവൻ്റെ മുടിയിൽ വിരലോടിച്ചു. ദേവേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക നച്ചു. എന്നും എപ്പോഴും എന്നോട് ഈ സ്നേഹം നിലനിൽക്കുമോ ദേവേട്ടാ? അഗ്നി എഴുന്നേറ്റിരുന്നു. അവളുടെ 2 കൈയും പിടിച്ചു. നച്ചു, എൻ്റെ ജീവൻ, ജീവിതം ഒക്കെ നീയാ കുഞ്ഞാ. അപ്പം നീയില്ലാതെ എനിക്ക് പറ്റുമോടാ? നിൻ്റെ ഒരു ചിരിക്ക് വേണ്ടി ഞാൻ സ്വർഗം ഈ ഭൂമിയിൽ കൊണ്ടുവരും. നീ എൻ്റെ ശ്വാസമാണ്. ശ്വാസമില്ലാതെ ഞാൻ ഉണ്ടോ നച്ചു? അവളുടെ കണ്ണ് നിറഞ്ഞു. അവൾ അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ആ ചുംബനത്തിൽ പ്രണയം മാത്രമല്ല, സ്നേഹമുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു, അവളുടെ ജീവൻ തന്നെ ഉണ്ടായിരുന്നു. ചുംബനം കഴിഞ്ഞ് അഗ്നി അവളെ നോക്കി. നച്ചു, ഇന്ന് നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ. ഒഫീഷ്യലായിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട് നീ എൻ്റെ ഭാര്യ, എൻ്റെ പാതി തന്നെയാ. അവൻ അവളുടെ തോളിൽ നിന്നും ഗൗൺ അല്പം താഴ്ത്തി. അവൻ അവിടെ ചുംബിച്ചു. പിന്നെ മെല്ലെ ഒന്ന് കടിച്ചു നുണഞ്ഞു. നച്ചു വിറച്ചുപോയി. പക്ഷെ അവൾ അവനിൽ നിന്നും പിന്മാറിയില്ല. അവൾ അവളുടെ കൈ ചേർത്ത് വച്ചു. ദേവേട്ടാ, അഗ്നി അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു. നച്ചു, ഐ ലവ് യു കുഞ്ഞാ. അവൾ അവൻ്റെ പുറത്ത് നഖം കൊണ്ട് വരച്ചു. ലവ് യു ടു ദേവേട്ടാ, എന്നും
എല്ലാ ജന്മത്തിലും ഞാൻ എൻ്റെ ദേവേട്ടൻ മാത്രമായിരിക്കും. അവരുടെ ചുണ്ടുകളൊന്നായി, ശ്വാസമൊന്നായി, ഹൃദയമൊന്നായി. മുംബൈ നഗരം മുഴുവൻ ഉറങ്ങി. പക്ഷെ ആ രണ്ട് പ്രണയാത്മാക്കൾ ഉണർന്നിരുന്നു. പരസ്പരം പ്രണയിച്ച് പൂത്തുലഞ്ഞ് പരസ്പരം കെട്ടിപ്പുണർന്നു നിന്നു. പെട്ടെന്ന് ബാൽക്കണിയിലെ ഗ്ലാസ് ഡോറിൽ ഒരു നിഴൽ. ആരോ നിൽക്കുന്നു. അവരെ നോക്കി. കറുത്ത ഡ്രസ്, മുഖം കാണുന്നില്ല, മാസ്ക് ഇട്ടിട്ടുണ്ട്. കയ്യിലെന്തോ തിളങ്ങുന്നു. കത്തിയാണോ? ഗണ്ണാണോ? നച്ചു മെല്ലെ കണ്ണുകൾ തുറന്നു. അപ്പോഴോ അവൾ ആ നിഴൽ കണ്ടു. അവളുടെ ശരീരം മരവിച്ചുപോയി. ദേവേട്ടാ, അവൾ വിറച്ചുകൊണ്ട് വിളിച്ചു. അഗ്നി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണിൽ തീയാളിക്കത്തി. ആരാ അവിടെ? അവൻ്റെ ഒച്ച ഉയർന്നു. പെട്ടെന്ന് നിഴൽ അനങ്ങി. പതിയെ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നു. ഡോർ ലോക്കാണ്. പക്ഷേ ആ നിഴൽ ഗ്ലാസ് തകർക്കാൻ നോക്കുന്നു. അഗ്നി ചാടി എഴുന്നേറ്റു. നച്ചുവിനെ തൻ്റെ പിന്നിൽ നീക്കി നിർത്തി. അവൻ കൈമുഷ്ടി ചുരുട്ടി. കണ്ണിൽ അഗ്നി തെളിഞ്ഞു. പുറത്തൊരു ചിരി ഉയർന്നു കേട്ടു. പതിഞ്ഞ ചിരി, മരണത്തിൻ്റെ ചിരി പോലെ. ആരാകും അത്? പുതിയൊരു ശത്രു?